മലയാള സിനിമയുടെ വിസ്മയവും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തുടിപ്പുമായ നടന വിസ്മയം മോഹൻലാലിൻ്റെ ജന്മദിനം ഓരോ സിനിമാ പ്രേമിക്കും ഒരു ഉത്സവമാണ്. വെള്ളിത്തിരയിൽ അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളിലൂടെയും അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളിലൂടെയും കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി മലയാളിയുടെ ഭാവുകത്വത്തെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. മോഹൻലാൽ എന്ന നടൻ്റെ ജന്മദിനത്തെയും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെയും നമുക്ക് നോക്കാം. മലയാള സിനിമയുടെ വിസ്മയ നായകനാണ് മോഹൻലാൽ. മലയാളികൾക്ക് ലാലേട്ടൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയുന്നത് ഒരു സുഹൃത്തിൻ്റെയോ സഹോദരൻ്റെയോ അതല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗത്തിൻ്റെയോ മുഖമാണ്. അത്രമാത്രം സാധാരണക്കാരൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമാണ് മോഹൻലാൽ. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായി ജനിച്ച അദ്ദേഹം തിരുവനന്തപുരത്തെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. 1978 സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നൊരുക്കിയ തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മോഹൻലാലിൻ്റെ സിനിമ അരങ്ങേറ്റം. എന്നാൽ ചിത്രം റിലീസാകുവാൻ വൈകി. തുടർന്ന് 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യമായി എത്തുന്നത്. ക്രൂരനായ വില്ലനിൽ നിന്നും പിന്നീട് പ്രണയനായകനായും കോമഡി താരമായും ആക്ഷൻ ഹീറോയായും അദ്ദേഹം അതിവേഗം തന്നെ വളർന്നു. മോഹൻലാൽ എന്ന നടനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ അഭിനയ ശൈലി തന്നെയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണെന്ന് തോന്നിക്കാത്ത വിധം അനായാസമായാണ് അദ്ദേഹം ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത്. TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങി ചിത്രം കിലുക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയം മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. ഭരതം, വാനപ്രസ്ഥം, തൂവാനത്തുമ്പികൾ, കിരീടം തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയുടെ ആഴം തെളിയിക്കുന്നവയായിരുന്നു. ദേവാസുരം, സ്ഫടികം, ആറാം തമ്പുരാൻ, പുലിമുരുകൻ, ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച മാസ് നായകനായും അദ്ദേഹം മാറി. സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രാജ്യം അദ്ദേഹത്തെ പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിക്കുന്ന ആദ്യ നടൻ കൂടിയായിരുന്നു അദ്ദേഹം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി സംസ്ഥാന അന്തർദേശീയ അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അഭിനയം എന്നത് മോഹൻലാലിന് ശ്വാസമെടുക്കുന്നത് പോലെ ലളിതമാണ്. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ സംവിധായകർ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെയാണിത്. മോഹൻലാലിൻ്റെ ജന്മദിനം കേവലം ഒരു വ്യക്തിയുടെ പിറന്നാൾ ആഘോഷം മാത്രമല്ല, അത് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ ആഘോഷം കൂടിയാണ്. പ്രായഭേദമന്യേ ഏവരും അദ്ദേഹത്തിൻ്റെ ജന്മദിനം വലിയ രീതിയിൽ നെഞ്ചേറ്റുന്നു. തൻ്റെ അസാധാരണമായ അഭിനയസിദ്ധിയിലൂടെ മലയാളിക്ക് വിസ്മയങ്ങൾ സമ്മാനിച്ച പ്രിയ ലാലേട്ടന് ആയുസ്സും ആരോഗ്യവും നിറഞ്ഞ ദീർഘായുസ്സു നേരുന്നു. വെള്ളിത്തിരയിൽ ഇനിയും ഒരുപാട് നല്ല വേഷങ്ങളിലൂടെ അദ്ദേഹം നമ്മെ അത്ഭുതപ്പെടുത്തട്ടെ.